കൊല്ലം കരുനാഗപ്പള്ളി ജിം സന്തോഷ് കൊലപാതക കേസിൽ ഒരു പ്രതി കൂടി പിടിയിലായി. ഓച്ചിറ ചങ്ങംകുളങ്ങര സ്വദേശി പങ്കജ് മേനോനാണ് പിടിയിലായത്. മുഖ്യപ്രതികളിൽ ഒരാളാണ് പിടിയിലായ പങ്കജ് മേനോൻ. രാഹുൽ ജി നാഥാണ് വിശദാംശങ്ങളുമായി ഒപ്പം ചേരുന്നത്. രാഹുൽ, ഗുഡ് മോർണിംഗ്. ഒരാൾ കൂടി പിടിയിലായിരിക്കുന്നു. ഇതോടെ 7 പേരാണ് കസ്റ്റഡിയിലുള്ളത് എന്ന് മനസ്സിലാക്കുന്നു. എവിടെ നിന്നാണ്, എങ്ങനെയാണ് പങ്കജ് മേനോന് പിടികൂടാൻ കഴിഞ്ഞത്? മോദി, പങ്കജ് മേനോന് വേണ്ടിയുള്ള അന്വേഷണത്തിലായിരുന്നു പോലീസ് ഉണ്ടായിരുന്നത്. കാരണം ഏറ്റവും പ്രധാനപ്പെട്ട സൂത്രധാരൻ, അതായത് ഈ കൊട്ടേഷൻ നൽകിയത് പങ്കജ് മേനോനാണ് എന്നുള്ളതാണ് പോലീസിന്റെ നിഗമനം. അത്തരത്തിൽ പല സ്ഥലങ്ങളിൽ പങ്കജ് മേനോൻ ഒളിവിലിരുന്നു. ഓച്ചിറ സ്വദേശിയാണ്. ഒടുവിൽ ആറ്റിങ്ങൽ നിന്നാണ് പങ്കജ് മേനോനെ പോലീസ് പിടികൂടുന്നത്. എന്തായാലും ഇത്തരത്തിൽ കൊട്ടേഷൻ നൽകിയെന്ന് പോലീസ് കരുതുന്ന ഒരാളാണ് പങ്കജ് മേനോൻ. അതായത് ഈ പങ്കജ് മേനോനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതിയായിരുന്നു കൊല്ലപ്പെട്ട സന്തോഷ്. അപ്പോൾ അത്തരത്തിലൊരു വൈരാഗ്യമാണ് ഇതിലേക്ക് നയിച്ചത് എന്നുള്ള ചോദ്യം പോലീസിന് മുന്നിലുണ്ട്. എന്തായാലും ആ ചോദ്യം ചെയ്യലിലേക്ക് ഇനി കടക്കാൻ കഴിയുമെന്നുള്ളത് തന്നെയാണ്. എന്തായാലും 6 പേർ മുൻപ് അറസ്റ്റിലായിട്ടുണ്ട്. ഇന്നലെ സംഭവിച്ച മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ 6 പേർ മറ്റ് പ്രതികൾ താമസിച്ചിരുന്ന കൃഷ്ണപുരത്തെ വീടിന് സമീപത്ത് നിന്ന് നാടൻ ബോംബുകൾ കണ്ടെത്തിയിരുന്നു. ഇതേ നാടൻ ബോംബ് ഉപയോഗിച്ചുകൊണ്ടാണ് സന്തോഷിനെ കൊലപ്പെടുത്തും മുമ്പ് ആ വീട്ടിലേക്ക് നാടൻ ബോംബ് ഉപയോഗിക്കുകയും ഭീതിതമായൊരു സാഹചര്യം സൃഷ്ടിക്കുകയും ചെയ്തത്. അതുകൊണ്ട് നാടൻ ബോംബും കണ്ടെത്തിയിട്ടുണ്ട്. അപ്പം കൂടുതൽ ആയുധങ്ങൾ മറ്റുമുണ്ടോ എന്നുള്ള അന്വേഷണമുണ്ട്. ഒപ്പം ഇതിന്റെ സൂത്രധാരൻ അത് പങ്കജ് മേനോൻ തന്നെയാണോ എന്നുള്ള വലിയ ചോദ്യമുണ്ട്. അത് ചോദ്യം ചെയ്യലിന് ശേഷം മാത്രമേ അറിയാൻ കഴിയും. ഇനി 2 പേരെ കൂടി അറസ്റ്റ് ചെയ്യാനായിട്ടുണ്ട്. ഒന്നാം പ്രതിയായ ആലുവ സ്വദേശിയാണ്. ആലുവ സ്വദേശിയായ അതുൽ ഒന്നാം പ്രതിയെ കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. അത്തരത്തിൽ 2 പ്രതികൾ കൂടി അറസ്റ്റിലാവേണ്ടതുണ്ട്. നിലവിൽ എന്തായാലും 7 പ്രതികൾ അറസ്റ്റിലായിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ അറസ്റ്റിലായത് ഇതിന്റെ പ്രധാനപ്പെട്ട സൂത്രധാരനായി പോലീസിന്റെ നിഗമനത്തിലുള്ള വ്യക്തിയാണ്. ശരി രാഹുൽ ജിനാഥാണ് വിശദാംശങ്ങൾ നൽകിയത്. പോലീസ് പറഞ്ഞതനുസരിച്ച് ഏറ്റവും പ്രധാന സൂത്രധാരനായ പങ്കജ് മേനോനാണ് 7ാം പ്രതിയായി ഇപ്പോൾ 7ാമത്തെ ആളായി ഇപ്പോൾ കസ്റ്റഡിയിലുള്ളത്. ഇനിയും ഒരാൾ കൂടി പിടിയിലാകാനുണ്ടെന്നാണ് പോലീസ് പറയുന്നത്.